ഇസ്രായേലിനുള്ള പ്രഹരം അത് പ്രധാനപ്പെട്ട ഇസ്രായേൽ നഗരങ്ങളായ ടെല്ലവീവിലും തലസ്ഥാന നഗരം അതോടൊപ്പം ഹൈഫയിലും നൽകണമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇറാന്റെ ആരോഗ്യ മന്ത്രാലയം മുൻ വക്താവ് ഡോക്ടർ കിയാനുഷ് ജഹാൻപൂരാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രസ്താവനയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇതോടൊപ്പം ഇറാന്റെ വൈസ് പ്രസിഡന്റും പ്രസിഡന്റും ഒക്കെ ഇസ്രായേലിനെതിരെ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും അതിന് നിങ്ങൾ തയ്യാറായിരുന്നുള്ളൂ എന്നും പല ഘട്ടങ്ങളിലായി പറഞ്ഞു കഴിഞ്ഞു. ഇറാന്റെ സൈനിക ഉപദേഷ്ടാവിനെ കഴിഞ്ഞയാഴ്ചയാണ് ഡമാസ്കസിൽ വെച്ച് കൊലപ്പെടുത്തിയത്. അതിന് പിന്നിൽ ഇസ്രായേൽ തന്നെയാണ് എന്ന് ഇറാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതിന് പിന്നാലെയാണ് ഇന്നലെ ഇറാനിലേക്ക് ഒരു വലിയ ആക്രമണം ഉണ്ടാകുന്നത്. ഇറാനുള്ളിൽ ഖാസിം സുലൈമാനിയുടെ ഖബറിസ്ഥാന് സമീപത്ത് വെച്ച് 2 സ്ഫോടനങ്ങൾ തുടർച്ചയായി നടക്കുകയും 100-ലധികം പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇറാനെ സംബന്ധിച്ച് ഇസ്രായേലിനെതിരായുള്ള കരുനീക്കങ്ങൾ ഊർജിതമാക്കുന്നതിനിടയിലാണ് ഇറാന്റെ മണ്ണിനുള്ളിൽ ഇത്തരത്തിലൊരു വലിയ സ്ഫോടനം ഉണ്ടായത്.